ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് വെളുത്ത് തിളങ്ങാനായിട്ട് ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എത്ര വെളുത്തവരാണെങ്കിൽ പോലും ഒന്നുകൂടി വെളുക്കണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒന്ന് വെളുത്ത് തിളങ്ങാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഡോക്ടർ ദിവ്യ നായർ സജസ്റ്റ് ചെയ്ത ഒരു നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ നൈറ്റ് ക്രീം ഉണ്ടാക്കി വെച്ചാൽ തന്നെ ഫ്രിഡ്ജിൽ 1 മാസം വരെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഈ ക്രീം ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഈ ക്രീം തയ്യാറാക്കാനായിട്ട് 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. 1 സ്പൂൺ കോഫി പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് തരികളുണ്ടാകും. ഒരു 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഈ കോഫി പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം തരികൾ ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പറയുന്നത് അതൊന്ന് അരിച്ചെടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഡോക്ടർ പറയുന്നത് ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കണമെന്നാണ്. എന്നാൽ ചായ അരിക്കുന്ന അരിപ്പി അരിച്ച് എന്നാൽ പിന്നെ കോട്ടൺ തുണിയിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല രീതിയിൽ തരികളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളാണ്. കോഫി പൗഡർ എടുത്ത ബൗളായാലും മതി. അതിലേക്ക് കുറച്ച് ചോളത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ്. സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. അടുത്തുള്ള ഈ പലചരക്ക് കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും. ഞാനിവിടെ 1.5 ടീസ്പൂൺ ചോളപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മതി. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി പൗഡർ ഇട്ടുള്ള വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ, നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ തീ ഇട്ട് കൊടുക്കണം. അങ്ങ് തിളച്ച് വെന്ത് പോകുന്ന പരുവത്തിലാവരുത്. ചെറിയ തീയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടും. ഇതിപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിനകത്ത്, ഇതുപോലുള്ള ബോട്ടിലിനകത്ത് നമുക്ക് ഇട്ട് വെക്കാം. ഇത് നമുക്ക് 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.